ഇന്ന് നമ്മൾ ഊട്ടിയിൽ പോവാണ് കേട്ടോ. നമ്മളെ നാട്ടിലെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഊട്ടിയിൽ പോണത്. പുലർച്ചെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടി സൈഡാക്കി നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ വിട്ടു ഊട്ടിയിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഒരു 12:30 ആയപ്പോഴാട്ടോ നമ്മൾ എത്തിയത്. 12:30 1 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലമല്ലേ, മഴക്കാലമല്ലല്ലോ. അപ്പോൾ തണുപ്പ് കുറച്ച് കുറവായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചൂട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ഓവർ തണുപ്പൊന്നുമില്ല. ഒരു AC കൂളിങ് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ 2 തവണ പോയിട്ടുണ്ടായിരുന്നു. 3ാമത്തെ തവണയാണ്. കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. തിരക്ക് കാരണം നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി കുറേ നേരം ഊഞ്ഞാലയിലൊക്കെ ആടി കുറേ എന്തിലേക്കോ കയറി കേട്ടോ. അതിൽ കയറാൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രസമായിരുന്നു എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോകാനൊക്കെ. പിന്നെ നമ്മൾ ഇതിലൂടെയൊക്കെ പിന്നെ ഒരു രസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്റ്റ് ഹൗസ് കയറിയതാട്ടോ. പേടിച്ചിട്ടാണ് പോയത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫോണിൽ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളൊക്കെ കണ്ണു ചുമ്പി കാറി പൊളിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ തന്നെ പേടിച്ച് പോയിട്ടോ. അതുകൊണ്ട് നമുക്ക് ശരിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇങ്ങനെ ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാണും. അതൊരു രസമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ പോകുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ചോക്ലേറ്റൊക്കെ നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്മൾ നല്ലൊരു കോഫി കുടിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. നമുക്ക് ടൈമിങ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആകുമ്പോൾ വണ്ടിയിലെത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെയൊക്കെ നമുക്ക് ഏതി കൂടെ വേണമെങ്കിലും പോവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് പേര് ആ ഭാഗം അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. ഞാനും കുട്ടികളും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി എൻജോയ് ചെയ്ത് അങ്ങനെ പോന്നു കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ 2 ബസ്സായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. നമ്മൾ ടൂർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.